ബജാറാ പീടിയ അല്ല ഇങ്ങോട്ട് ചിരിക്കാനല്ല ഓരോരുത്തരുടെ സ്വകാര്യകളിലേക്ക് ഞാൻ വന്ന് കൊടുക്കുന്നില്ല, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നുമില്ല. വയല് കേൾക്കാൻ വേണ്ടി 200 മുണ്ടെന്നല്ലല്ലേ, വയല് കേൾക്കാൻ വേണ്ടി 200 ഉണ്ടെന്നേ. സുബ്ഹാന റബ്ബി ഓർമ്മിനെ വന്നിന് ഇതിനിടക്ക് അതാരത് സ്പീക്കർ ഒന്ന് വെച്ചിട്ടേ, സ്പീക്കർ വെച്ചിട്ടില്ലേ? സ്ത്രീയರಿಗೆ പ്രത്യേക സ്ഥಳ ഏർപ്പെടുത്തലാಗಿದೆ എന്നുണ്ടെങ്കിൽ നോട്ടീസിൽ അച്ചടിച്ചിന് മാത്രമേ അങ്ങോട്ട് സ്പീക്കർ ഇല്ലേ? ഈടക്കുള്ള ഇതന്നെ പെണ്ണ് ആടെയുള്ള പിന്നാരി പോരെ. അവരോട് കുറച്ച് മെല്ലെ ഇതാക്കാൻ പറയും, സൗണ്ട് കുറച്ച് കുറക്കാൻ പറയാം, അത്രന്നെ. വേറെ നമുക്കൊന്നും പറയാനില്ല, ആക്ഷേപമില്ല. പറഞ്ഞ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് വേറെ വിഷയം. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ തന്നെ അല്ലേ, കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇവിടെ മിനിങ്ങൾ ഇങ്ങനെ അള്ളാന്റെ ദീനി കേൾക്കുകയാണ്, പള്ളിമുറ്റത്താണ്. ചില മനുഷ്യന്മാർ പരിസരം മറന്നിട്ട് ഇങ്ങനെ ആടുകയാ പാടുകയാ മുണ്ടുകയാണ്. അതിനെന്തർത്ഥ ഉള്ളത് പറഞ്ഞ ഉമ്മാക്കും പിടിക്കാതെ ശരിയാണ്, അതിൽ വലിയ ബേജാറൊന്നും നമുക്കില്ല. നമ്മ ആളെ നോക്കിട്ട് പറയലുമില്ല, നമ്മൾ ചെയ്യുന്നതേ പറയുന്നുള്ളൂ. അള്ളാഹു പറയുന്നത് ചെയ്യാനും ചെയ്യുന്നതേ പറയാനും റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. എന്നാലും ശ്രദ്ധിക്കണം, ഇതൊരു ഇൽമിന്റെ മജ്ലിസാ. മലായികത്തീങ്ങൾ പോലും ഇത് തേടി വരുന്നുണ്ട്, നിങ്ങളെ കൂടെ ആമീൻ ചൊല്ലാൻ അവർ പോലും വരുന്നുണ്ട്. എന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് ഇതിന്റെ ബോധമില്ല, മുഅ്മിനീങ്ങൾക്ക് ഇതിന്റെ മഹത്വം അറിയില്ല, അവർക്ക് ഇതിന്റെ വില അറിയില്ല. പഴയ കാലത്തുള്ള ജനങ്ങൾ നോക്കൂ, കാതങ്ങൾ കിടന്നിട്ട് പിന്നെ കുന്നും മലയും താണ്ടിയിട്ട് നാടും നഗരവും പാഞ്ഞിട്ട് അതുപോലെ തന്നെ പുഴകൾ നീന്തി കടന്നിട്ട് നട്ടപ്പാതിര നേരത്ത് ചൂട്ട് കത്തിച്ചു പോയിട്ട് അവർ അതാ വയല് കേട്ടിരുന്നു. മടങ്ങി വരുമ്പോ ചിലപ്പോ സുബ്ഹി ബാങ്ക് കേൾക്കാമായിരുന്നു. പലരും വയല് കേൾക്കാൻ പോയിട്ട് മടങ്ങിയിട്ട് വന്നിട്ടേ ഇല്ല. എന്തറിയോ കാരണം? അവരോട് വയലാല് പലരും ചാകുന്നോവർ. അത്ര നല്ല വയല്. അതേ വയല് പറയുന്നയാളോ വയല് കേൾക്കുന്നയാളും രണ്ടാളും ഒരുപോലെ. അപ്പൊ അത് കൽബിൽ നിന്ന് കൽബിലേക്കായി. ഇന്ന് വയല് പറഞ്ഞു മിക്കവാറും പറഞ്ഞിട്ട് ചാവുന്നല്ലാണ്ട് കേട്ടോ ഒരിക്കലും ചാവല്ല. കാര്യമുണ്ട്. ഒന്നാമത് ഇപ്പോ എല്ലല്ല പുല്ലിൽ നിന്ന് വയല് ബദലാക്കിയെങ്കിലായി. അതെന്താണ് അങ്ങനത്തെ ഒരു ബദൽ? എന്ത് നാളെ ഉസ്താദിൽ പോയിട്ട് കേട്ടെങ്കിലേ, ഉസ്താദ് നല്ലോണം പഠിച്ചിട്ടാണ് 2 ബിരുദം എടുക്കുന്നത്. ഒന്ന് മഹാനായ ശൈഖുന ചപ്പാറപ്പുഴ ഉസ്താദിന്റെ കോളേജിന്റെ ബിരുദം ഇർഫാനിയാണ്. പിന്നെ ഉമ്മുൽ മദാരിസ് എന്ന ഔലിയാക്കൾക്കും മറ്റും ജന്മം നൽകിയ മഹത്തായ സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് ബിരുദം എടുത്ത പണ്ഡിതരാണ്. ഫൈസിയ അല്ലേ നിങ്ങളെന്നല്ലോ ഇത്? അല്ലാഹു തആല നമുക്കും അവർക്കൊക്കെ ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. അപ്പൊ അവരിൽ കേട്ടോളി, അത് എന്ത് നിങ്ങൾ അവരിൽ കേട്ടോളി. ഞാൻ കാടടച്ച് വെടി വെക്കുകയല്ല, മുച്ചോടും എല്ലാവരും അങ്ങനെയാണെന്ന് പറയല്ല, എല്ലാവരും നിഷേധിക്കുകയല്ല. ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ട്. ഇന്നിപ്പോ എല്ലാം ഒരു കച്ചവട, എല്ലാത്തിലും മായ നക്കലി ഡൂബിളി എല്ലാത്തിലും. അത് വയലിലും ഉണ്ട്, വയല് പറയുന്നവരിലും. നോക്ക് നിങ്ങൾ വയല് വെക്കുന്നോറ് വയല് വെക്കുന്നോറ് ഏടെ മീറ്റിംഗ് കൊടുപ്പോ തീരുമാനിച്ചിനെ ഈ കുറി 2 ദിവസത്തെ നല്ല വയല് വെക്കണോ, ജനങ്ങൾക്ക് നല്ലോണം പഠിക്കാനും കിട്ടണോ എന്ന് പറഞ്ഞിട്ട് വയല് വെച്ചോളാം. ആൾമാർക്ക് നല്ല പഠിക്കുക കിട്ടണോ, ജനങ്ങൾക്ക് നല്ലോണം തിരിയുന്ന വയലാണോ, അവർക്ക് ഉപകാരപ്പെടണോ, നല്ലൊരു ഇൽമ അവർക്ക് പഠിക്കാൻ കിട്ടണോ എന്ന് പറഞ്ഞിട്ട് വയല് വെക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടിയ കമ്മിറ്റി. ഇനിയിപ്പോ മീറ്റിംഗ് കൂടി ഞങ്ങളെ കഴിഞ്ഞ കൊല്ലം 3 ദിവസം വെച്ച്, എന്നിട്ട് തന്നെ 35,000 രൂപ നഷ്ടം. ഈ കുറി 2 ദിവസം വെച്ചാൽ മതി. എന്ത് പോയി കച്ചവടക്കാൻ ലാഭനഷ്ടങ്ങൾ കൂട്ടാൻ. എല്ലാം മായ, എല്ലാം നക്കലി, എല്ലാം അതെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. എല്ലാം ചെല്ലെങ്കിൽ എല്ലാം എന്നല്ല അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതൊരു പറച്ചല് മാത്രമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതൊരു അദബുകേടിന്റെ വാക്കാണ്. ചില മനുഷ്യന്മാർ അങ്ങനെ പറയലുണ്ട്, മൗലമാരെല്ലാം അങ്ങനെ, പള്ളി കമ്മിറ്റിക്കാർ എല്ലാം അങ്ങനെ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതിലെത്ര നല്ലവരുണ്ട്, എത്ര സ്വാലിഹീങ്ങളുണ്ട്, എത്ര നല്ല മനുഷ്യന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു നാടിനെ കുറ്റപ്പെടുത്തരുത്, ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തരുത്, ഒരു സമാജത്തെ ഇൻസൾട്ട് ചെയ്യരുത്. ശരിയല്ല. ഞാനും അങ്ങനെയാ പറഞ്ഞത്, തീരെ ഇല്ല എന്നല്ല. പക്ഷേ ഉള്ളതിൽ മിക്കതും ഈ കോലത്തിലാണ്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്ക് അതിന്റെ എഫക്ട് കിട്ടാഞ്ഞ്.
അതിന്റെ ഗുണം നമുക്ക് കിട്ടാഞ്ഞ്, അതിന്റെ ഫലം നമുക്ക് കിട്ടാഞ്ഞ്. സുബ്ഹാനല്ലാഹ്. സ്വാലിഹുൽ ബുർരി റളിയല്ലാഹു തആല തങ്ങൾ വയല് പറയുന്ന സ്ഥലത്ത് കൂടെ നടന്നുപോയ പെണ്ണ്, വ്യഭിചാരിയായ പെണ്ണ്. ആ പെണ്ണതാ മഹാനുടെ വയല് കേട്ടിട്ട് പിന്നീട് ആ പാപത്തിൽ നിന്ന് മടങ്ങുകയാണ്, ആ തെറ്റിൽ നിന്നിട്ട് മടങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് സഹോദരി ഫാത്തിമ, സഹോദരി ഫാത്തിമ, സഹോദരി ഫാത്തിമ, പെങ്ങള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ മുസ്ലിമായത്. അപ്പൊ അത് എന്തൊരു ഓത്താണ്, ആ ഓത്തി എന്തൊരു ഓത്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ഉമർ ഖത്താബ് തങ്ങൾ എന്ന കടികട്ടിയേറിയ കൽബിന്റെ ഉടമ, നല്ല മനസ്സും നല്ല ശരീരവും ദൃഢഗാത്രതയും എല്ലാമുള്ള മക്കയിലെ അറിയപ്പെട്ട ബാല്യക്കാരനായ ഉമർ. ആ ഉമർ ഖത്താബ് തങ്ങൾക്ക് പോലും കൽബിന് മാറ്റമുണ്ടാകണമെങ്കിൽ, മനസ്സാന്തരമുണ്ടാകണമെങ്കിൽ സുബ്ഹാനല്ലാഹ് പെങ്ങളെ പാരായണം ചെയ്ത ഖുർആന് അത് ഏത് ഖുർആനാണ്? ആ ഓത്ത് എങ്ങനെയുള്ള ഓത്താണ്? നമ്മളോത്ത് ഓദീന 48 കൊല്ല ഇന്നോളം അൽബക്കറ കണ്ടിട്ടോ. പുതിയാപ്പിള, മുഞ്ഞാത്ത പുതിയാപ്പിള 27 വയസ്സായി പുതിയാപ്പിള ഇന്നോളം ഒരു യാസീൻ ഓതാൻ അറിയില്ല. ഓന് ഇൻസ്റ്റാൾ ചെയ്യാനും അപ്ലോഡ് ഡൗൺലോഡ് വെരിഫിക്കേഷനും അണ്ണാങ്കട്ട മാങ്ങാതൊലി തെരണ്ടിന്റെ പാലി എല്ലാം അറിയും, ഖുർആൻ അറിയാം. ഇനി ഈ നോട്ടീസ് പോകാൻ ഓടിക്കാല കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ആക്കുന്നു. സെക്കൻഡ്ലി അല്ല, മൈക്രോ സെക്കൻഡ്, അതിനെക്കാട്ടും താഴെയുള്ള സെക്കൻഡിൽ ഓയിന് ഇംഗ്ലീഷ് ആക്കി തരും. അതിനുള്ള വഴിയുണ്ട്, പഠിച്ചിട്ടുണ്ട്. നോക്ക നീ ഒരു ഫാത്തി ഒന്നും ഓതായില്ല. ഇനി യാസീൻ ഓതാൻ ചെല്ലെങ്കിൽ സർക്കാർ കണത്തിന് റൗണ്ട് വന്ന പോലെ തീരനേ ഇരിക്കല, അത് കിയാമെന്ന് അവളും തീരല. ഇനി കുല്ലുകൾ കാഫിറൂന സൂറത്തായെങ്കിൽ പറയാ വേണ്ട, കേൾക്കുന്ന മയ്യത്തായിട്ട് പോകണമെന്നല്ലാണ്ട് ഓൻ ആ സൂറത്ത് തീരെയില്ല. പഠിച്ചിട്ടാ അറിയില്ല, ഖുർആൻ അറിയില്ല, ഇല്ല. എന്നെ ഓതുന്ന കോലം കണ്ടാൽ സുബ്ഹാനല്ലാഹ് റബ്ബഖാരിൻ മുത്ത് റസൂലുള്ളാഹി മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റബ്ബഖാരിൻ എത്ര ഖുർആനോത്തുകാർ ധാരാളം അവർ ഓതുകയാണ്, നല്ലോണം ഓതുകയാണ്. യഖറഊനൽ ഖുർആന വൽ ഖുർആനു യലാനുഹു. അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ തന്നെ അവനെ ശപിക്കുന്നുണ്ട്, അവൻ പാരായണം ചെയ്യുന്ന ഖുർആൻ തന്നെ അവനെ ശപിക്കുന്നുണ്ട്, അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ തന്നെ അവനെ ശപിക്കുന്നുണ്ട്. കാരണം എന്തറിയാ, തെറ്റിച്ചിട്ട് ഓതുകയാണ്, മഖ്റജ ഇല്ലാതെ ഓതുകയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കിയിട്ട് അക്ഷരം തെറ്റിച്ച് ഓതുകയാണ്, ക്രമമറിയാതെ സദ്മദ്ദുകളില്ലാതെ ഓതുകയാണ്. അങ്ങനെ ഓതുന്നത് കൊണ്ട് വൽ ഖുർആനു യൽഅനുഹു, ഖുർആൻ തന്നെ അവനെ ശപിക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വലിയ കാര്യല്ലേ? പഠിക്കണ്ടേ സഹോദര, നമ്മൾ നിസ്കരിക്കണ്ടേ, ഓതണ്ടേ. പരിശുദ്ധമായ റമളാൻ വരുമ്പോ ഞങ്ങൾ അതിന് തയ്യാറെടുക്കണ്ടേ. പിരിശപ്പെട്ട പെങ്ങള്, എന്റെ വാല് കേൾക്കുന്ന ഉമ്മ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കേണ്ടവരാണ്. നിങ്ങളെ പോലെ സുന്ദരിയായി, മണവാട്ടിയായി, പുതുനാട്ടിയായി അണിഞ്ഞൊരുങ്ങി ആദ്യ രാത്രിയിലേക്ക് കാലെടുത്ത് വെച്ചിരുന്ന പ്രിയപ്പെട്ട പെണ്ണ്, സുബ്ഹാനല്ലാഹ്, നനച്ചിരിക്കാതെ പെട്ടെന്ന് മരിച്ചു പോയത് നിങ്ങൾ കണ്ടില്ല. ഞങ്ങളെ നാട്ടിലല്ലേ, പരിസരത്തല്ലേ. അല്ലാഹു ആ സഹോദരിയുടെ പരലോകം ചന്തത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ, ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, മരണത്തിന് സമയമില്ല, മരണത്തിന് നേരമില്ല. ഏത് സമയത്തും അത് പിടികൂടാം. മരിക്കണമെങ്കിൽ രോഗിയാകണമെന്നില്ല, മരിക്കണമെങ്കിൽ വയസ്സാകണമെന്നില്ല, മരിക്കണമെങ്കിൽ പരന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാണോ എന്നില്ല, മരിക്കണമെങ്കിൽ പെണ്ണുമക്കളെല്ലാം വായിച്ചിട്ടാണോ എന്നില്ല. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതീൻ വകം മിൻ മരീലിൻ നാശ ദഹ്റൻ ഇലാ ദഹരി. എത്ര നല്ല ആരോഗ്യവന്മാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. ഒരു രോഗമില്ല,
ഒരു വേദനകളില്ല, ഒരു ക്ഷീണമില്ല, നനച്ചിരിക്കാതെ വിചാരിക്കാതെ മരിക്കുകയാ. അതേസമയം കാലങ്ങളേറെയായി മരണം കാത്തു കിടക്കുന്ന രോഗിയായ മനുഷ്യന്, കട്ടിലിൽ കിടക്കുന്ന രോഗിയായ മനുഷ്യന് ഇല്ല, അയാള് മരിച്ചിട്ടില്ല. അതെ, അയാളങ്ങനെ കാലം ഇങ്ങനെ നീണ്ടു ജീവിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ മരണത്തിന് രോഗം കാരണമല്ല. ഞമ്മെല്ലാം വിചാരിച്ചത് ഇപ്പൊന്നും മരിക്കാല, ഇപ്പൊന്നും മരിക്കാല. മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളൊക്കെ എപ്പോഴും മരണത്തെ കാത്തുകൊണ്ടിരുന്നവരാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് തന്റെ പൊതുഖജനാവിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം കൊടുത്തിട്ട് പല ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. പട്ടാളത്തിന് സൈനിക നേതാക്കളെ, പട്ടാളത്തിന് സൈനികന്മാരെ, ഷഹീദായവരുടെ വിധവകൾക്ക് പെൻഷന്, പിഞ്ചണി, അങ്ങനെ അങ്ങനെ പലതും. അതുപോലെ തന്നെ ഒരുപാട് സക്കാത്തിന്റെ ഉദ്യോഗസ്ഥര്, ഒരുപാട് ആൾക്കാരെ നിയമിച്ചിന് ശമ്പളം കൊടുത്തിട്ടല്ലേ. ഉമർ ഖത്താബ് തങ്ങൾ തന്റെ കീശയിൽ നിന്നിട്ട് ശമ്പളം കൊടുത്ത ഒരു പണിക്കാരനുണ്ട്. തന്റെ പൈസ, ആരാന്റെ പൈസ എടുത്ത് ശമ്പളം കൊടുത്തനല്ല, ഞമ്മ ആരാന്റത് കൊടുത്തിട്ട് പിടിച്ചോളി. തരുമ്പോ വിചാരിക്കണം ഓന്റെ കേസ് കാണുന്നില്ല. ഇപ്പൊ പല പള്ളി കമ്മിറ്റിക്കാർ ഉസ്താമാർക്ക് ശമ്പളം കൊടുക്കണില്ല. കൊറോണ കൊറോണ മംഗലത്തിന്റെ അവിടെ ഈ പോത്തിന് കൊറോണ ഇല്ല. അവിടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് 35 ആൾ കൂടുമ്പോ കൊറോണ ഇല്ല. അവിടെ ക്രിക്കറ്റ് ഗാലറിയിൽ പോയിട്ട് ഡേ നൈറ്റ് മാച്ച് വെച്ചിട്ട് 3 ദിവസം കളിക്കുമ്പോ കൊറോണ ഇല്ല. പള്ളിക്ക് ജുമാക്ക് ആള് വരുമ്പോ കൊറോണ, ഉസ്താദ് കൊറോണ. സ്ഥലീകരിക്കാൻ മാത്രം പ്രവേശ. അന്യത് എന്താ പറയാ, അന്യരികെ നിഷിദ്ധ. എന്ത് നിഷിദ്ധ, എന്തത് സംഗതി നേറന്നെ. നിയമം പാലിക്കുക. അത് നിയമം ഊടൊക്കെ മാത്രം എന്താ നിയമമായ സത്യം പറഞ്ഞുകൊണ്ടല്ലേ. നിങ്ങളോട് പറയട്ടെ, എല്ലാവർക്കും ഇത് പറഞ്ഞ ബാധകമല്ല. വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ഇനി പറയുന്നത് ബാധകം. ഇനി പറയുന്നത് നിങ്ങളോട് മാത്രം. സത്യം പറഞ്ഞ ആ ഏടെ കൊറോണ ഉണ്ടെങ്കിലും ഈ ജാഗയിൽ കൊറോണ ഇരിക്കല. എന്തേ അത് ക്ലബല്ല, അത് ഫിത്ന എന്ന് പറഞ്ഞ അമ്മായിന്റെ പരല്ല, അല്ല, അത് അള്ളാന്റെ പള്ളിയാണ്. അവിടെ മാലാകമാരുടെ കാവലുണ്ട്, അവിടെ റഹ്മത്തിന്റെ ഇറക്കമുണ്ട്, പടച്ച റബ്ബിന്റെ നോട്ടമുണ്ട്. ഹിയ ബൈത്തുല്ലാഹ്, അതല്ലാന്റെ വീടാണ്. അതിന്റെ അർത്ഥം കാനൂണ് ഭംഗപ്പെടുത്തിയിട്ട് നിയമം പാലിക്കാതെ ഇവിടെയുള്ള കാനൂണ് പാളക്കുറു നമ്മളോട് പറഞ്ഞ നിയമങ്ങളൊന്നും പാലിക്കാതെ പറഞ്ഞൊന്നല്ല, നിയമം പാലിക്കണം. അതൊരു വിശ്വാസിയുടെ ധർമ്മമാണ്, അത് ഈമാനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. കാനൂണ് മുന്നേ പാലനാക്കണം. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ഇത് വലിയൊരു വാലിന്റെ പരിപാടിയാണ്, ഒരു ഈമാനിന്റെ പരിപാടിയാണ്, ഒരു ഇസ്ലാമിന്റെ പരിപാടിയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന വിഷയമാണ്. ശരിയാണ്. നമ്മുടെ കാനൂണ് പാളക്കുറവ് വന്നിട്ട് പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറയുന്നു, കൃത്യം 12 മണിയാകുമ്പോൾ നിർത്തണോ, ഞമ്മ നിർത്തന്നെ പോണോ, ആ കാനൂണ് ഞമ്മ പാളനാക്കണോ, അത് ഈമാനാണ്. അല്ല ഉസ്താദേ, ഇന്നത്തെ ഓന്റെ കാനൂണ് ഞങ്ങൾ ആക്കിയതല്ലോ, ഓൻ പുറത്തു വന്നല്ലേ. ഖുറൈശിയായ അടിമയാണ് ഞങ്ങളെ ഭരണാധികാരി എങ്കിൽ പോലും, അടിമയാണ് നിങ്ങളെ ഭരണമേൽപ്പിക്കപ്പെട്ട ഭരണാധികാരി എങ്കിൽ പോലും നിങ്ങൾ അയാളെ അനുസരിക്കണമെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ഭരണ ഏൽപ്പിച്ചിട്ടായ പിന്നെ നിങ്ങൾ പല്ലിന്റെ ഇടക്ക് വിരലിട്ടിട്ട് കാര്യമില്ല, അത് മുന്നേ ആഴ്ചനാക്കണം. ഞമ്മന്നൂടെ 12 ആളെ നിപ്പിച്ചിട്ടില്ലേ, ഇല്ലേ? ആകെ 35 പേരെയുള്ളേ, അതിൽ 12 ആൾ വോട്ടുന്നുണ്ട്. അതിന്റെ ഇടക്ക് നാഷണൽ പാർട്ടിൻ്റെത് വേറെ, സ്റ്റേറ്റ് പാർട്ടിൻ്റെത് വേറെ, കൂടെയുള്ള 35 പേരുടെ 12 ആൾ വേറെ. എതിര് പോയ ഇടക്ക് 28 വെട്ടിക്ക്, അപ്പുറത്തെ സൈഡിൽ നിന്ന് എല്ലാം പോയിട്ട് വേണം ഒരേ വെട്ടി. പിന്നെ ഓൻ വന്ന് ഇപ്പൊ നീ എനിക്ക് ബേജാറാണ് മാടിദ്ദുണ്ണോ മാറായ. ഞമ്മക്കെന്ത് ഐക്യം, ഞമ്മ എവിടെ ഐക്യപ്പെടലില്ലല്ലേ. ഇപ്പൊ നാളെ നോക്കി നമ്മൾ ഈ വയൽ തന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ലൈക്ക് ഇടണമെന്നില്ല, എന്തിടണമെന്നുമില്ല, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു വേള നിങ്ങൾ പൊരിച്ചില്ലെന്ന് വെച്ചോ, മോശം ഇന്നത്തെ വയല്
വേറെ പണിയില്ല നിങ്ങൾക്ക് എന്ന് പറയുന്നവനുണ്ടാവും. അതേ സമയത്ത് ഇന്നലത്തെ അയാൾ മോശമില്ലെന്ന് പറയുമ്പോ അതന്നെ 2 ദിവസം വെക്കണേ എന്ന് പറയുന്നവരും ഉണ്ടാവും. അത് ഉമ്മാനെ തച്ചെങ്കിലും ആള് തച്ചവന്റെ കൂടെ ആളുണ്ടാവും. ഉമ്മാനെ തച്ചിട്ട് മോൻ വന്നെങ്കിലും ഓന്റെ കൂടെ അത് ഉമ്മന്റെ നാവ് കണ്ടം കൊണ്ടല്ലേ അല്ല ഞാൻ ചവിട്ടി ഞെരുക്കും എന്ന് പറയാൻ ആളുടെ എല്ലാത്തിനും ആളുടല്ലേ. അതല്ല അത്ഭുതം. ഒരു ചങ്ങായി ഞാൻ കണ്ടിട്ടേ മഹദി മാവേലിട്ട് വന്നേ വീഡിയോ കണ്ടിട്ടേ ഇല്ലേ ഇവിടെ റേഞ്ചില്ലേ ഒരാൾക്ക് മാത്രം റേഞ്ചില്ല. ആ ചങ്ങായി പറഞ്ഞ ഞാൻ മഹദിയാണ് മെന്റൽ പേഷ്യന്റ് ഏടെന്നോ ചങ്ങല പൊട്ടിച്ച് പാഞ്ഞത്. അല്ല സത്യം പറഞ്ഞ മഹദി ഇവിടുന്ന് വരാല, മഹദി ഇവിടെ വരാല. മഹദി തങ്ങളാണ് തങ്ങള് കുടുംബത്തിൽപ്പെട്ടവരായിരിക്കാം. അൽ മഹ്ദിയോ മിൻ ഇത്രതി മിൻ ഉൽദിയാദമ. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല, മഹദി എന്റെ ഫാത്തിമയുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദാണ്, തങ്ങളായിരിക്കാം. ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ ശഫീഉനാ റസൂലുള്ളാഹ്. മഹദി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ് എന്റെ പേര്. മഹദി ഇമാമിന്റെ അബ്ബയുടെ പേര്, ബാപ്പാന്റെ പേര്, എന്റെ ബാപ്പാന്റെ പേര് അബ്ദുള്ള എന്ന്. ഈ ചങ്ങല പൊട്ടിച്ചോന്റെ പേര് മുഹമ്മദ് എന്നല്ല, ഓന്റെ അബ്ബന്റെ പേര് അബ്ദുള്ള എന്നല്ലേ അല്ല. മഹദി അതിന് ആളുണ്ട്. ആ അങ്ങനത്തെ വീടെല്ലാം കാണുന്നുണ്ടല്ലേ, അതിന് ജനങ്ങൾക്കൊന്നും ഷെയർ ആക്കാൻ പാടില്ല. നമുക്കൊരു സ്വഭാവമുണ്ട്, വാട്സപ്പിൽ എന്തെല്ലാം വന്ന് അതിനെ വായിക്കുന്ന വിഷയമില്ല. അതിന് ചില ഫോട്ടോസോ വീഡിയോസോ ഡൗൺലോഡ് ആക്കും, ഒരു ചൊരിക്കലാണ്. ഇപ്പൊ പിന്നെ 5 മിറ്റക്ക് പോകുന്നില്ല, ഇത് സെൻഡ് ആക്കുമ്പോ അങ്ങനെല്ലാം വന്നിനി. അത് ഒരു കണക്കിന് അള്ള ചെയ്തൊരു അനുഗ്രഹം അല്ലേ, അല്ലെങ്കിൽ ഈ കണക്കെല്ലാം വന്ന് കാട്ടിയപ്പോൾ അങ്ങനെ എല്ലാം കണ്ണു ചിമ്മിട്ട് അങ്ങനെ ഷെയർ ആക്കാൻ പാടില്ല. ആവശ്യമില്ലാത്തൊന്നും ഷെയർ ആക്കാൻ പാടില്ല. സ്വർഗം ആർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾ ആരാണ് എന്നും പിന്നെ അല്ലാഹു പറയുന്നുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഖുർആനാണ് മുഅ്മിനീങ്ങൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചോ, മുഅ്മിനീങ്ങൾ കഴിച്ചലായി, മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടു. ആരാ മുഅ്മിനീങ്ങളാ? രക്ഷപ്പെട്ട മുഅ്മിനീങ്ങളാരാ? അതെ, കഴിച്ചലായ മുഅ്മിനീങ്ങളാരാ? പടച്ച റബ്ബിന്റെ പൊരുത്തം ലഭിച്ച മുഅ്മിനീങ്ങളാര്? 5-6ഓളം അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വന്ന് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളിൽ നിന്നിട്ടവർ വൈവാഴിയവരാണ്. അധിക പ്രസംഗം അവർ കാണിക്കല, ആവശ്യമില്ലാത്തത് പറയല, ഷെയറാക്കല, സെൻഡാക്കല, ആവശ്യമില്ലാത്തടത്തേക്ക് തലയിടല, ആവശ്യമില്ലാത്തടത്തിട്ട് പോയി നിൽക്കല, ആവശ്യമില്ലാത്തടത്ത് മിണ്ടല, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിന്നിട്ടും അവർ ഇടപെടല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളിൽ നിന്നിട്ട് അവർ പാടെ മാറി നിൽക്കുന്നവരാണ്. പറയട്ടെ സഹോദര, ഇത്തരം വീഡിയോസ്, ഫോട്ടോസ്, ഇമേജസ്, ടെക്സ്റ്റ്, ആർട്ടിക്കൽ ഇതൊന്നും അങ്ങനെ ഷെയർ ആക്കാൻ പറ്റില്ല. അല്ല ഉസ്താദ്, പഠിക്കോന് ഷെയർ ആക്കാമാ? പഠിക്കോന് ഷെയർ ആക്കാം. ആർക്കറിഞ്ഞ നിനക്ക് ആരെന്ന് ആൻസർ കിട്ടണമെന്നുണ്ടോ അയാൾക്ക്. നീ 25 ആളുള്ള ഗ്രൂപ്പ് കിട്ടെങ്കിൽ എന്റെ ഓരലയിൽ ഉസ്താദാ. അല്ലെങ്കിൽ ഇപ്പൊ വാട്സപ്പിലുള്ള ഉസ്താദ്മാർന്ന് ഉസ്താദ്മാരല്ല, കല്ലിന്റെ കൽപ്പനുള്ള ഉസ്താദ്, അതിന്റെ 3 അഡ്മിന്മാർ, 4 ആള് പെണ്ണുങ്ങ, ഏളാമന്റെ മോനെ സീമ, അമ്മായിന്റെ പുള്ളി ഖദീജ, പിന്നെ എന്റെ കെട്ടിയോളെ ഇളയളെ ആങ്ങളുടെ തിരിയളയ മരിയ മുസ്തഫന്റെ പെഞ്ഞായി കൈറുനിസ അഡ്മിന്മാർ ഓരെല്ലാം ആൻസർ ചെന്നപ്പോ ഇത് മഹദിയായിട്ട് ഇരിക്കണോ? കാരണം ഹദീസിൽ അങ്ങനെ കാണുന്നു. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചോദ്യം ചോദിക്കാല, എത്ര ആൻസർ അറിഞ്ഞെങ്കിൽ ആൻസർ വരുന്ന കാണുമ്പോൾ വിചാരിക്കണോ പട്ടിക്കടത്ത് ബിരുദെടുത്ത ഫൈസ് ബേക്കറിൽ ബിസ്ക്കറ്റ് കിട്ടുന്ന 18 കൊല്ലായി. അല്ല ബേക്കറിൽ ബിസ്ക്കറ്റ് കിട്ടുന്ന ആളെ മോശമൊന്നും ഇല്ല. ആൻസർ അറിയുന്നെങ്കിൽ ചെല്ല, ആലിമാണെങ്കിൽ ചെല്ല, ഓനെന്തോ അറിയാല. അല്ലാണ്ട് ബിസ്ക്കറ്റ് കെട്ടുന്നത് തെറ്റെന്നല്ല പറഞ്ഞേ. എന്നെ നാളെ ബിസ്ക്കറ്റ് കെട്ടാതിരിക്കണ്ട, ഞാൻ വന്ന ബിസ്ക്കറ്റ് തരാതിരിക്കും വേണ്ട. ആലിമാവണം, ബിസ്ക്കറ്റ് കെട്ടും എന്ത് വേണം, ആലിമാവണം.
ആലിമാവണം. അതും ലോക്കൽ ആലിമാകാൻ പറ്റില്ല. ആലിമൂനൽ ആമിലൂൻ, അതേ നല്ലവനായ ആലിമാകണ. വലിയവരായ നമ്മുടെ ആലിമീങ്ങള്, സമസ്തയുടെ ആലിമീങ്ങള്. നോക്കൂ നിങ്ങൾ, മഹാനരായ കോയക്കുട്ടി ഉസ്താദ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മരിക്കുന്നതിന് 18 കൊല്ലം മുമ്പ് ഖബർ കുഴിച്ചു വെച്ച മഹാന്. ഇച്ചാവും അനുജൻ രണ്ട് ഖബർ, ഒന്നല്ല രണ്ട്. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ സി കോയക്കുട്ടി മുസ്ലിയാർ, വലിയുള്ളായി സി കോയക്കുട്ടി മുസ്ലിയാർ, ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ. മുണ്ട് നെയ്യില്ലല്ലേ? റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. വലിയ മഹാനല്ലേ, വലിയ മഹാനല്ലേ, വലിയ ചാപ്പനങ്ങാടി ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരുടെ പ്രധാനപ്പെട്ട മുരീദന്മാരല്ല, ഖലീഫമാരല്ല. എത്ര വലിയ ആളാ. മരണപ്പെടുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പേ ഖബർ കുഴിച്ചു വെച്ച, അതേ 2 ഖബർ കുഴിച്ചു വെച്ച, 2 ആളും കൂടിയിട്ട് ഖബർ തോണ്ടി, ഇച്ചാവും മനുഷ്യനും കൂടെയിട്ട് സുബ്ഹാനല്ലാഹ് ഖബർ കുഴിച്ചിട്ട് 6 മാസം കഴിയുന്നതിന്റെ ഇടക്ക് ജ്യേഷ്ഠൻ മരണപ്പെട്ടു. ഒരു ഖബറിൽ അയാളെ മറമാടി. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ പരിപാടിക്ക് ദുആക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ എല്ലാമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർണാടക നമ്മുടെ പ്രസിഡന്റായ പ്രഗത്ഭ പണ്ഡിതരും സൂഫി വര്യരുമായ നമ്മുടെവരുടെയും ആത്മീയരായ മഹാനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി കശ്ഫ് കറാമത്ത് കൊണ്ട് ലോകവിശ്രുതരായ മഹാനായ വലിയുള്ളാഹി ഫഖ്റുദ്ദീൻ തങ്ങളുടെ പിരിശപ്പെട്ട മോൻ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തങ്ങള് ഇപ്പൊ അധികവും ഇങ്ങനെയുള്ള പരിപാടിയല്ല, വലിയ വലിയ പരിപാടിക്കാനെ പോകുന്നില്ല. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അന്യരാശ തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട മകൻ ഞാൻ പല സ്റ്റേജുകളിലും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. മരുമകൻ ബാത്തിഷ തങ്ങൾ, അനിയന് ഫദ്ലു ബുക്കോയ തങ്ങൾ, ഒരുപാട് ആൾക്കാർ. അവരൊക്കെ സാധാരണ തങ്ങൾ പറഞ്ഞേക്കെ ഈ നാട്ടിന്റെ പ്രത്യേക ഒരു ബന്ധം അൽഹംദുലില്ലാ. എന്താ ഞാൻ അറിയില്ല, അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല. അവർ കുറെ കാലമായില്ല, എത്ര കാലമായി ഇങ്ങനെ രാത്രി നമുക്ക് വേണ്ടി ഇന്നും അവർ ഓട്ടം നിർത്തിയിട്ടില്ല. അള്ളാഹു ഒരുപാട് കാലം ആ തണൽ ആസ്വദിക്കാൻ, ആ നേതൃത്വം അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പൂർണ്ണാരോഗ്യം അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ, പൂർണ്ണാരോഗ്യം അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അതേ നല്ലവരായ മുഅ്മിനീങ്ങളെ അവർ സദാ നേരം പിന്നെ മരണത്തെ ചിന്തിച്ചോ, ഖബറിനെ ഓർമ്മിച്ചോ, നാളെ മരിക്കാനുണ്ട്, ഖബറിലെത്താനുണ്ട് എന്നവർ ഉറപ്പിച്ച. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഖത്താബ് തങ്ങൾ ഒരു പണിക്കാരനെ നിയമിച്ച. ആ പണിക്കാരന്റെ പണി എന്തറിയാ? നാടിന്റെ അതിർത്തി കാക്കലല്ല, അതല്ലെങ്കിൽ എവിടെയോ പോയിട്ട് വളപ്പ് അളക്കലല്ല, പട്ടേലുടെ പണിയല്ല, സക്കാത്തിന്റെ ഫണ്ടിന്റെ കബിനി എഴുത്തും കുത്തുവല്ല. ആ ഏൽപ്പിക്കപ്പെട്ട പണിക്കാരന്റെ പണി എന്തറിയാ? ഉമറേ നീ മരിക്കോ, ഉമറേ നീ മരിക്കോ, ഉമറേ നീ മരിക്കുമെന്ന് ഇടക്കിടക്ക് പിന്നാലെ വന്നിട്ട് പറഞ്ഞോണ്ടിരിക്കണോ. എന്റെ പിന്നാലെ നാട് ഭരിക്കുന്ന അമീറായ വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥരായ അധിപനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങള് ഒരു പണിക്കാരനെ ഏൽപ്പിച്ചു കൊടുത്ത പണി അതാണ്. അതേ ഉമറേ നിങ്ങൾ മരിക്കും കേട്ടോ, മരണത്തെ മറന്നിട്ട് കളിക്കല്ലേ, മരണത്തെ മറന്നിട്ട് ഭരിക്കല്ലേ, മരണത്തെ മറന്നിട്ട് ജീവിക്കല്ലേ, നിങ്ങൾ മരിക്കും കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അത് മഹാനർക്ക് ഓർമ്മില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണോ. ഞമ്മ മരിക്കലാന്ന് തന്നെ ഉറപ്പിച്ചു. ഇപ്പൊ അടുത്ത കാലത്ത് അങ്ങനെ മരിക്കുകയില്ല അല്ലേ? ഇല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ സി കോയക്കുട്ടി ഉസ്താദ്, അവരും അവരുടെ ജ്യേഷ്ഠന് 2 ആളും കൂടിയിട്ട് മരിക്കുന്നതിന്റെ 10-16 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 ഖബർ കുഴിച്ചു വെച്ചു. ആ ഖബർ കുഴിച്ച് 6 മാസത്തെ കഴിയുന്നതിന് മുമ്പ് ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടു. അതിലൊരു ഖബറിൽ മഹാനരെ മറമാടി.
നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം മഹാനായ വലിയുല്ലാഹി കോയക്കുട്ടി ഉസ്താദ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാത്രി മഹാനായ ശൈഖുനാ ചപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ വർഗരുടെ ഖിലാഫത്ത് പ്രകാരം അവിടെ ഏറ്റെടുത്തിരുന്ന ദിക്റും റാത്തിബെല്ലാം മജ്ലിസിൽ ചൊല്ലിയിട്ട് ആ വീട്ടിലുള്ള പെണ്ണുങ്ങളടക്കം ബന്ധപ്പെട്ട പെണ്ണുങ്ങളെ അടക്കം ഇരുത്തി ബന്ധപ്പെട്ടവരെ എല്ലാം ഇരുത്തി ദിക്റിന്റെ മജ്ലിസ് എടുപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ മജ്ലിസിൽ വെച്ച് മരണപ്പെട്ടു. ഇതൊരു മരണമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവരൊക്കെ നമ്മൾ നല്ല പിരിശം വെക്കണം, നല്ലോണം സ്നേഹിക്കണം. ഇപ്പൊ ഈ പിരിശപ്പാടിന്റെ 10 ഇരട്ടി നമ്മൾ അങ്ങോട്ട് കാണിക്കണം. ഇപ്പൊ എനിക്ക് പോകാൻ സമയം കിട്ടലില്ല. കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു ഭാഗ്യം ചെലുത്തി ഞാൻ അങ്ങനെ കൈമുത്തുന്നു, മന്ത്രിച്ച് വെള്ളം കുടിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് ഫ്രീ ആണല്ലേ, നിങ്ങൾ ഓൺലൈനിൽ എപ്പോഴും ഉണ്ടാകുന്നില്ലല്ലേ? ഇവിടെ ഓൺലൈനിൽ ബിസി എപ്പോഴും ഓൺലൈൻ തന്നെ, ഓഫ്ലൈൻ ഇല്ലേ? അല്ല ഇപ്പൊ എല്ലാവരും ഓൺലൈനിൽ തന്നെ പറ്റേ, ഇപ്പൊ ഓഫ്ലൈൻ ഇല്ല. നട്ടപ്പാതിന് നേരത്തെ 2 മണിക്ക് പോലും നോക്കിയെങ്കിലും ഉപ്പാപ്പ പോലും കട്ടിൽ കിടന്നിട്ട് ഓൺലൈനിലുണ്ട്, അയാളും ഓഫാക്കിയിട്ടില്ല. ഏതോ ഒരു ചങ്ങായിക്ക് കുറെ തോട്ടവും കണ്ടോന്ന് തോന്നി. ഞാൻ നിർത്താം, ഞാൻ അവസാനിപ്പിക്കുക. എന്നെ നീട്ടുന്നത് ശരിയല്ല, അത് കേടാ. അയാൾക്ക് കുറെ തോട്ടം വളപ്പെല്ലാം ഉണ്ട്, അതിന് കുരുമുളക് അടക്കല്ല. അങ്ങനെ അയാൾ നായിനെ പോറ്റുന്ന 10-38 കൊല്ലായി കള്ളന്മാർ കൊണ്ടുവരുന്നത് അറിഞ്ഞിട്ട്. ഇപ്പൊ ഈ 2-3 കൊല്ലം അയാൾ നായിനെ വിറ്റ്, നായില്ല. അപ്പൊ ആരോ എന്താ പള്ളിന്റെ പിരിവിന് വന്നിട്ട് അപ്പൊ സെക്രട്ടറി സാധാരണ അയാൾ ഓണിച്ചിട്ട് വരുന്നത്, നായി കണ്ടിട്ടുണ്ടായിട്ട് ഈ കുറി അതേപോലെ മുന്നത്തെ പോലെ ഓണിച്ചിട്ട് തന്നെ അയാൾ വന്നിട്ട് ഗേറ്റിനോട് നിൽക്കുമ്പോ പറഞ്ഞുള്ള നാചാറ് കേട്ട് നീ എന്താണ് നിന്നെ? അല്ല നായില്ല, നായി കൊടുത്ത് 3 കൊല്ലായി. അടക്ക, തേങ്ങ, കൊപ്പര, നല്ല മുളക്, കുരുമുളക് എല്ലാം വീടുണ്ട് ഇഷ്ടം പോലെ. കള്ളന്മാർ ഇപ്പൊ നായി വേണ്ട, ഇപ്പൊ ഈനൊന്നും കക്കനൊന്നും കള്ളം വരാല്ലോ. എന്തേ എപ്പൊ നോക്കി എന്റെ മക്കള് കിളിപാതിന്റെ സൈഡിൽ തന്നെ ഓപ്പൺ ആക്കിയിട്ട് ഓൺലൈനിലുണ്ട്. പിന്നെ നായി എന്തിനു? ഓനെ ഉണ്ടല്ലോ അവിടെ, ഓനെ കണ്ട നായി വരും. പിന്നെ 35-40 ഏർപ്പെടുന്ന നായ ഉണ്ട്. ഞാൻ ദുന്യവിയായ ഓൺലൈനിലാണ്, എപ്പോഴും ബിസിയാ. നമുക്ക് ആഖിറത്തിന്റെ ഓർമ്മയില്ല, മരണത്തിന്റെ ഓർമ്മയില്ല. തുടക്കത്തിലെ ഒരുപാട് നേരം ഉപദേശിച്ചതുപോലെ അള്ളാന്റെ പള്ളിയെ നമ്മൾ കണ്ടിട്ടില്ല, പള്ളിയുടെ പരിസരം ഞങ്ങൾ ചവിട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച പോലും പള്ളിയുടെ ഭാഗം പോലും കാണാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതേ നിലയാണ് തുടരുന്നതെങ്കിൽ ഈമാനില്ലാത്ത കോലം, ഇസ്ലാമില്ലാത്ത ജീവിതം, അള്ളാനെ പേടിയില്ലാത്ത ഒരവസ്ഥ നമുക്ക് തുടരുകയാണെങ്കിൽ ഇല്ല കൂട്ടരെ, വന്ന കൊറോണ തൽക്കാലം പോവില്ല. അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാനും നിങ്ങളും ഏറെ കാത്തിരിക്കുന്നത് മഹാനായ തങ്ങളവരുടെ ആ ഉപദേശം, ആ ആത്മീയ ഉപദേശം, അവിടുത്തെ ആ വലിയ ദുആ, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അവരൊക്കെ സയ്യിദുമാരാണ്, തങ്ങന്മാരാണ്, വലിയ മഹാന്മാരാണ്. അവരെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. മല്ലം യുസല്ലി അലൈഹിം ലാ സ്വലാത്ത ലഹു. അവരെ മേലെ ഞാനോ നിങ്ങളോ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ഞങ്ങളെ നിസ്കാരം പോലും സ്വഹീഹല്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ. ആ ആലി ഇവരാണ്, അവർ വലിയവരാണ്. അവർ നൂഹ് നബിയുടെ കപ്പൽ പോലെ ആയിരുത്തിയിട്ട് മദ്ഹ് പറയുകയല്ല. എന്നാലും ഇത് മുഅ്മിനീങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമല്ല. മുഅ്മിനീങ്ങളെ ഈമാൻ ഊട്ടിയുറപ്പിക്കാൻ അത് ആവശ്യമല്ല. അവരെ അറിയൽ ഞങ്ങളെ കടമയല്ല, ഞങ്ങളെ ഈമാനിന്റെ ഭാഗമല്ല. അല്ലാണ്ട് തങ്ങളെ ഇരുത്തിയിട്ട് പറയുകയല്ല, അതൊരു വാസ്തവമാണ്. അവർ വലിയവരാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ വാപ്പാന്റെ വാപ്പ, അതായത് മഹാനരടക്കമുള്ള തങ്ങന്മാർ ഉപ്പയെന്നോ ഉപ്പാപ്പ എന്നോ പച്ചക്ക് വിളിക്കാൻ പറ്റിയ ആള് മുത്തു റസൂലുള്ളാഹ്. അതവരുടെ വാപ്പാന്റെ വാപ്പ. ഇല്ല, അവിടെ അവസാനിക്കുന്നില്ല. പിന്നെ ചെന്നിട്ട് മുട്ടുന്നത് അതേ ഇബ്രാഹിം നബിയിലേക്ക്. പിന്നെയും അവരുടെ ഉപ്പാപ്പാന്റെ പരമ്പര മുട്ടുന്നത് നൂഹ് നബിയിലേക്ക്. പിന്നെയും പോകുന്നത് ആദം നബിയിലേക്ക്. ആ പരമ്പരയില് മോശക്കാരില്ല. അവർ വലിയവരാണ്. ദീനിന്റെ ഏറ്റവും വലിയ ശിആറാണ്. ഈ ദീനിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ദീനിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കണേ, ആദരിക്കണേ. അവരോട് നല്ലൊരു ബന്ധം വെച്ച് പുലർത്തണേ, നല്ല ബന്ധം. നമ്മളെ ഈമാനിന് വല്ല കോണുണ്ടോ?
ഈ കഷ്ടകാലം വരുമ്പോൾ ഉമ്മാമാക്ക് സുഖമില്ല എന്നതിന് മാത്രം മന്ത്രിക്കാൻ പോകുന്നതല്ല. കൽബിന്റെ അകത്ത് ഒരു വിരിശപ്പാട്, ഒരു മഹബത്ത്, ഒരു മഅയ്യത്ത്, ഒരു സുഹബത്ത്, അവരോടെപ്പോഴും പോകണം. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹൽ ജനങ്ങളെ ഏറെ സ്നേഹിക്കാനും അവരെ പിരിശം വെക്കാനും അവരുടെ നല്ല വഴിയടയാളങ്ങളെ സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മുടെ നാട്ടിലുള്ള പള്ളി കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ആ പള്ളിയും കാര്യങ്ങളൊക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. ഇനി വരാൻ പോകുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനാണ്. നല്ലോണം ശ്രദ്ധിക്കണം. അന്യവരുടെ ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് ഞങ്ങളെ ഉള്ള അമലും ബാത്തിലാക്കി കളയരുത്. മാത്രമല്ല അവസാനമായി പറഞ്ഞത്, മരണത്തെ മറന്നിട്ട് ജീവിക്കരുത്, ഖബർ മറന്നിട്ട് ജീവിക്കരുത്. അങ്ങനെ മരണത്തെ മറക്കാതെ, ഖബറിനെ മറക്കാതെ ജീവിച്ച മഹാന്മാരാണ് കഴിഞ്ഞുപോയ കാലത്ത് ജീവിച്ചവർ. നമ്മുടെ പ്രാപിതാക്കന്മാര് മഹാനരായ സയ്യിദ് ഉമർ ഖത്താബ് തങ്ങളെ പോലെയുള്ളവര്, വലിയുള്ളാഹി കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ളവര്. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കുക. അത് ദീനിന്റെ അടയാളങ്ങളാണ്. ദീനിന്റെ ഏറ്റവും വലിയ വ്യക്തമായ അടയാളങ്ങളാണ്, ഷിആറാണ്. അവരെ ബഹുമാനിക്കണം. ആ ബഹുമാനം